കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ ഹിന്ദി എക്സാം ഇപ്പോൾ കഴിഞ്ഞ ഹിന്ദി എക്സാമിന്റെ ആൻസർ ഷീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൂചന ഖണ്ഡ് പടേ ഔർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാണ് അത് വായിക്കൂ, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? ബച്പൻ സേ ഹി മേം ഔർ മേരെ ഭായി ബഹൻ അപ്പനെ പോക്കറ്റ് മണി കിതാബോമേ ലഗാ ദിയ കർത്തേ. അപ്പോൾ ബച്പൻ സേഹി കുട്ടിക്കാലം മുതൽ ഞാനും എൻ്റെ ഭായിയും ബഹനും എൻ്റെ സഹോദരനും സഹോദരിയും എല്ലാവരും അപ്പനീ പോക്കറ്റ് മണി നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി, നമുക്ക് പോക്കറ്റ് മണി കിട്ടില്ല, പോക്കറ്റ് മണി കിതാബോമേം ലഗാ ദിയ കർത്തേ ഹെ. അപ്പോൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? ആ പോക്കറ്റ് മണി പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കിയിരുന്നത്. ഓക്കെ, കിതാബോം പർ ഹമാരാ ലഗാവ് അപ്പനി അമ്മി സേ മിലാ ഥാ. അപ്പൊ കിതാബോം പർ അതായത് ഈ പുസ്തകങ്ങളുടെ മേൽ ഹമാരാ ലഗാവ് നമ്മുടെ ഈ ഇഷ്ടം അപ്പം ഈ അമ്മീസേ മിലാത്ത നമ്മുടെ അമ്മയിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ പുസ്തകങ്ങളോടുള്ള ഈ ഇഷ്ടം അമ്മയിൽ നിന്നാണ് കിട്ടിയെന്നാണ് പറയുന്നത്. അമ്മി അബ്ബുനെ ഹമേൻ തോഫേ മേം ഘർ പർ ഏക് ലൈബ്രറി ബനാക്കർ ദീ ഥി. അപ്പൊ എന്ത് ചെയ്തു? അമ്മി അബ്ബു അതായത് അച്ഛനും അമ്മയും കൂടെ നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കി തന്നു. ഈ ലൈബ്രറി മേം തരഹ് തരഹ് കി കിതാബീൻ ഥി. അപ്പോൾ ഈ ലൈബ്രറിയിൽ തരഹ് പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. യഹ് ഘർ കി സബ്സെ പ്യാരി ജഗഹ് ഹി. അപ്പൊ യഹ് ഇത്, ഘർ കി വീടിന്റെ വീട്ടിലെ സബ്സെ പ്യാരി ജഗഹ് തി. അപ്പോൾ വീട്ടിലെ എല്ലാവരുടെയും സബ്സെ പ്യാരി ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജഗഹ് തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. എന്നിട്ട് ലഗാവ് ഇഷ്ടമെന്ന് അർത്ഥം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ബച്ചോങ്കോ കിസ് പർ ലഗാവ് താ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ബച്ചോങ്കോ കുട്ടികൾക്ക് കിസ് പർ ലഗാവ് താ എന്തിലാണ് ഇഷ്ടമായിരുന്നത് എന്നാണ്. എന്നിട്ട് ഓപ്ഷൻ പറയുന്നുണ്ട്. പോക്കറ്റ് മണി പർ, പോക്കറ്റ് മണിയിലാണോ? അല്ല. കിതാബോം പർ ആണോ? പുസ്തകങ്ങളിൽ ആണ് അല്ലെ. കിതാബോം പർ പുസ്തകങ്ങളാണ് ഇഷ്ടമെന്നാണ് അവിടെ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. കിതാബോം പർ ഹമാര ലഗാവ് അതായത് പുസ്തകങ്ങളിൽ മേൽ നമ്മുടെ ഇഷ്ടം എന്നാണ്. അപ്പോ എന്താണ് ആൻസർ? കിതാബോമേം. ഓപ്ഷൻ ആ കിതാബോം പർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമ്മി ഔർ അബ്ബു കാ തോഫ ക്യാ ഥാ. അപ്പൊ അമ്മി ഔർ അബ്ബു കാ തോഫ ക്യാ ഥാ. അമ്മയുടെയും പപ്പയുടെയും തോഫ എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്താ താല്പര്യം അല്ലെങ്കിൽ ഒരാഗ്രഹം എന്തായിരുന്നു? എന്താണ്? സ്കൂൾ പർ ലൈബ്രറി ബനാക്കർ ദേന. സ്കൂളിൽ ഒരു ലൈബ്രറി പണിത് കൊടുക്കുക എന്നാണോ ആഗ്രഹം? അല്ല. പിന്നെന്താണ്? സ്കൂൾ ലൈബ്രറിക്ക് ലിയേ പോക്കറ്റ് മണി ദേന. സ്കൂൾ ലൈബ്രറിക്ക് വേണ്ടി പോക്കറ്റ് മണി കൊടുക്കണം അതാണോ? അല്ല. പിന്നെ എന്താണ്? ഘർ പർ ലൈബ്രറി ബനാക്കർ ദേന. വീട്ടില് ഒരു ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഇ ഘർ പർ ലൈബ്രറി ബനാക്കർ ദേന അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ലൈബ്രറി ഘർ കി സബ്സെ പ്യാരി ജഗഹ് ബൻ ഗയി ക്യോ. ലൈബ്രറി എന്ന് പറയുന്നത് ഘർ കി സബ്സെ പ്യാരി വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജഗഹ് ബൻ ഗയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറി. ക്യോ എന്തുകൊണ്ടെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? രംഗീൻ ഹോനേക്ക് കാരൻ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന കാരണമാണ് ആണോ? അല്ല. പിന്നെന്താണ്? തരഹ് കി കിതാബേം ഹോനേക്ക് കാരൻ. ഇവിടെ നമുക്ക് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഇല്ലേ, ഇസ് ലൈബ്രറിയുമേയും തരഹ് കി കിതാബേം തി. അപ്പൊ ഈ ലൈബ്രറിയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഏഹ് ഘർ കി സബ്സെ പ്യാരി ജഗ. അങ്ങനെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. അപ്പൊ എന്താണ്? ഓപ്ഷൻ ആ തരഹ് കി കിതാബേം ഹോനേക്ക് കാരൻ. അപ്പോൾ പലതരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് മാറിയത്. ഓക്കെ, ഇനി അടുത്ത് കിതാബോം കെ മഹത്വ പർ ദോ വാക്യ ലിഖേ. ജൈസെ കിതാബേം ഹമാരി അച്ഛി ദോസ്ത് ഹേ. അപ്പോൾ കിതാബോം കെ മഹത്വ പർ അപ്പൊ പുസ്തകങ്ങളുടെ ഈ മഹത്വത്തിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഈ മഹത്വത്തെ കുറിച്ച് ദോ വാക്യ ലിഖേം 2 വാക്യം എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് ജൈസെ ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുണ്ട്. കിതാബേം ഹമാരി അച്ഛി ദോസ്ത് ഹേ. പുസ്തകങ്ങൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുസ്തകങ്ങളെ കുറിച്ച് 2 സെന്റൻസ് അല്ല പുസ്തകങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ മഹത്വത്തെ കുറിച്ചുള്ള 2 വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഞാൻ 2 എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഒന്നെന്താ? കിതാബേം വിജ്ഞാൻ ദേത്തി ഹേ അല്ലെ. പുസ്തകങ്ങള് എന്താണ്? വിജ്ഞാൻ ദേത്തി ഹേ വിജ്ഞാനം അറിവ് നൽകുന്നു. 2 എന്തെഴുതാം? ഏക് അച്ഛി കിതാബ് ഏക് അച്ഛേ ദോസ്ത് ഔർ ശിക്ഷക് ഹേ. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തും അതുപോലെ തന്നെ നല്ലൊരു ശിക്ഷക എന്താണ്? അധ്യാപകനുമാകുന്നു. ഒരു നല്ല പുസ്തകം നല്ലൊരു സുഹൃത്തും നല്ലൊരു അധ്യാപകനുമാണ് എന്നാണ് അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂചന, ഒരു സൂചന തന്നിട്ടുണ്ട്. എഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത കി എഹ് അംശ് പഠേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. അപ്പോൾ എഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറഞ്ഞ് നമ്മളൊരു കവിത പഠിച്ചില്ലേ, ആ കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, അപ്പോൾ ഈ ഭൂമിയാണ്, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരഖി എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ആ മണ്ണിൻ്റെ പൂർണ്ണ ഉടമസ്ഥൻ. ജോ മിട്ടി കാ പൂർണ്ണ പാരഖി, അപ്പോൾ അദ്ദേഹമാണ് ഈ മണ്ണിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ കർഷകനാണ്. ജോ മിട്ടിക്ക് സംഘ് സാത്ത് ഹേ, അപ്പോൾ എന്താണ് ജോ, അദ്ദേഹം എന്താണ് മിട്ടിക്ക് സംഘ് സാത്ത് ഹേ, അപ്പോൾ മണ്ണിൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ്, അതായത് മണ്ണിനെ അറിയാവുന്ന ഒരു കർഷകനാണെന്നാണ്. തപ്കർ മണ്ണിൻ്റെ ഒപ്പം എന്താണ് എരിഞ്ഞു, തപ്കർ ഗൽക്കർ ഉരുകി, മർക്കർ മരിച്ചു, ഖപാരഹേ ജീവനപ്പ, അപ്പോൾ തൻ്റെ ശരീരത്തെ എന്താണ് ഈ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ മണ്ണിന് വേണ്ടി എന്താണ് വെടിയുന്നു എന്നാണ്. ഖപാരഹേ ജീവൻ അപ്പന ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന, അപ്പോൾ ദേഖ് രഹാ ഹേ നോക്കുന്നു, മിട്ടി മേ സോനെ കാ സപ്ന, അപ്പോൾ ആ സ്വർണ്ണ തുല്യമായ ആ സ്വപ്നം മണ്ണിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിനെ അറിയാവുന്ന നമ്മുടെ കർഷകൻ മണ്ണിനൊപ്പം എരിഞ്ഞും ഉരുകിയും മരിച്ചും ജീവിതം തള്ളി നീക്കുന്നു. പിന്നെന്ത് പറയാം, അവൻ തൻ്റെ ശരീരത്തിലെ വളം മണ്ണി കലർത്തി അതിനെ ജീവനോടെ നിലനിർത്തുന്നു. കർഷകനും അങ്ങനെയാണ് ജീവിക്കുന്നത്. മണ്ണിൽ ഉറങ്ങുന്നത് സ്വപ്നം കാണുകയും മണ്ണിനെ കുറിച്ച് വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു കവിതാ ഭാഗം നമ്മളത് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു അല്ലേ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. कवितांश में स्वप्न के लिए प्रयुक्त शब्द कौन सा है? कवितांश में കവിതയുടെ കവിതാഭാഗത്തിൽ സ്വപ്ന കേലിയെ, സ്വപ്ന ആ വാക്ക് നോക്കിക്കോണോ, സ്വപ്നത്തിന് വേണ്ടി പ്രയുക്ത ശബ്ദ കോൺസാഹെ, അപ്പോൾ സ്വപ്നത്തിന് വേണ്ടി സമാന രീതിയിൽ, അതായത് പകരമായിട്ട് സ്വപ്ന എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, കവിതയുടെ താഴെ കണ്ടില്ലേ സപ്ന എന്ന് കാണും, താഴെ സപ്ന എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സപ്ന എഴുതിയ, അതാണ് സ്വപ്നം, സപ്ന എഴുതിയ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കവിതാംശ സേ എഹ് ആശയ വാലി ദോ പങ്ക്തിയാം ചുൻകർ ലിഖേം. കവിതാഭാഗത്തിൽ നിന്നും എഹ് ആശയ വാലി, അപ്പോൾ താഴെ രണ്ട് ആശയം കൊടുത്തിട്ടുണ്ട്. ആ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആശയം കൊടുത്തിട്ടുണ്ട്. ഈ ആശയം തരുന്ന ദോ പങ്ക്തിയാം, രണ്ട് വരികൾ ചുൻകർ ലിഖേം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കിസാൻ മിട്ടി കാ പൂർണ്ണ പാരഖി ഹേ ഔർ എഹ് ധർത്തി ഉസ്കി ഹേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, കിസാൻ മിട്ടി കാ പൂർണ്ണ പാരഖി ഹേ, നമ്മൾ ആദ്യം വായിച്ചു അല്ലേ, ഔർ എഹ് ധർത്തി ഉസ്കി ഹേ, അപ്പോൾ കൃഷിക്കാരനാണ്, ഈ മണ്ണിന്റെ പൂർണ്ണ അവകാശിയും, പിന്നെ എന്താണ് ഈ ഭൂമി തന്നെ അദ്ദേഹത്തിൻ്റെയാണ്. ഇത് ആദ്യത്തെ രണ്ട് വരിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ രണ്ട് വരിയാണ് അവിടെ ആൻസർ. ഓക്കെ, യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ മിട്ടി കാ പൂർണ്ണ പാരഖി. ഓക്കെ, അതായി. ഇനി രണ്ടാമത്തെ ആശയം നോക്കൂ. മിട്ടി മേ സോനെ കാ സപ്ന ദേഖർ കിസാൻ ജീവൻ ബിതാ രഹാ ഹേ. അപ്പൊ മിട്ടി മേ മണ്ണില് സോനെ കാ സപ്ന ദേഖർ, സ്വർണത്തിന്റെ, അതായത് പൊന്നു വിളയുമെന്നുള്ള, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൊന്നു വിളയുമെന്നുള്ള സ്വപ്നവും കണ്ടിട്ട് മിട്ടി മേ മണ്ണിൽ സോനെ കാ സ്വപ്ന ദേഖർ, അപ്പോൾ സോനെ കാ സ്വപ്നം എന്ന് വെച്ചാൽ പൊന്നു വിളയുമെന്നുള്ള സ്വപ്നവും കണ്ടിട്ട് കിസാൻ ജീവൻ ബിതാ രഹേ ഹേ, കിസാൻ കൃഷിക്കാരൻ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ആശയം തരുന്ന വാക്കുകൾ എവിടെയാണ്? നമ്മുടെ കവിതയുടെ ലാസ്റ്റ് പോയാൽ മതി അല്ലേ. ഖപാ രഹാ ഹേ ജീവൻ അപ്ന ദേഖ് രഹാ ഹേ മിട്ടി മേം സോനെ കാ സപ്ന. ഓക്കെ, അപ്പോൾ ആ രണ്ട് വരി എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ആൻസർ ആയി. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൂചന തും ജിയോ ഹസാരോ സാൽ കെ ദിൻ ഹോ 50,000 കഹാനി കാ യഹ് അംശ് പഠേ അവർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കഥയാണ് തും ജിയോ ഹസാരോ സാൽ കെ ദിൻ ഹെ 50,000, ബർത്ത്ഡേ പാർട്ടി, അതിൽ ലെറ്ററൊക്കെ ബർത്ത്ഡേ കാർഡൊക്കെ എഴുതാൻ പഠിച്ച ആ കഥയാണ് പറയുന്നത്. അതിലെ കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് വായിച്ചിട്ട് താഴത്തുള്ള ക്വസ്റ്റിന് ആൻസർ എഴുതാനാണ് പറയുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? നിമ്മിനെ ഏകദം ഉൻകാ രാസ്ത രോക്കാ ഓർ ബോലി. നിമ്മി എന്താണ് അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു, എന്നിട്ട് പറഞ്ഞു നാനാ കോയി ഓർ ഷേർ കി ബാത് ബതാവോന. അപ്പോൾ നാനാ മുത്തച്ഛ കോയി എന്തെങ്കിലും അയാളുടെ ഷെയർ, എന്തെങ്കിലും സംഭാവനയെക്കുറിച്ചോ അയാളെക്കുറിച്ച് പറയാവോ എന്ന് ചോദിച്ചു. അച്ഛാ ഗാലിബ് കി ഹി ബാത് ബതാതോ. അപ്പം
അദ്ദേഹം എന്ന് പറഞ്ഞ എന്നിട്ട് പറയാണ് ഗാലിബ് കി ബാത് ബതാവോ, ഗാലിബിൻ്റെ കാര്യം പറഞ്ഞു തരാവോ. മേരാ മത്ലബ് ഗാലിബ് കി. അപ്പോൾ നമ്മളത് ആ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുത്തച്ഛൻ അവിടെ കറക്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന മേരാ മത്ലബ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഗാലിബ് കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുടെയാണ് ഗാലിബിൻ്റെ കഥ കേൾക്കാനാണ്, അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് നിമ്മി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിമ്മി കിസ്കെ ബാരെ മേ സുന്ന ചാഹത്തെ ഹേ. കണ്ടോ, അപ്പം നിമ്മി ആരെക്കുറിച്ചാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പനെ ബാരേമേ, തന്നെ കുറിച്ചാണോ? അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. നാനാ കെ ബാരേമേ, മുത്തച്ഛനെ കുറിച്ചാണോ? അല്ല. ഓക്കെ, ഈ ഗാലിബ് കെ ബാരേമേ, ഗാലിബിനെ കുറിച്ച്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആരെക്കുറിച്ചാണ്? അച്ഛാ ഗാലിബ് കി ഹി ബാത് ബതാദോ. അപ്പോൾ ഗാലിബിനെ കുറിച്ചുള്ള കാര്യം പറയാനാണ്. അപ്പോൾ ആരെക്കുറിച്ചാണ്? ഗാലിബ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈ ഗാലിബ് കെ ബാരേമേമാണ് കറക്റ്റായ ഉത്തരം. ഇനി आपके स्कूल में उर्दू शायर गालिब का जन्मदिन 27 दिसंबर को मनाना जा रहा है. इस अवसर पर उनके शेर पर गजल संध्या कार्यक्रम का आयोजन हो रहा है. इस कार्यक्रम के लिए एक पोस्टर तैयार करें. അപ്പോൾ आपके स्कूल में, നിങ്ങളുടെ സ്കൂളില് ഉറുദു ഷായർ ഗാലിബ് കാ ജന്മദിനം, അപ്പോൾ ഉറുദു ഷായറായ ഗാലിബിന്റെ ജന്മദിനം ഡിസംബർ 27 മനാനെ ജാ രഹേ ഹേ. അപ്പോൾ എന്താണ്? ആഘോഷിക്കാൻ പോവുകയാണ്. ഇസ് അവസർ പർ, ഈ അവസരത്തിൽ ഉൻകെ ഷെയർ പർ ഗസൽ സന്ധ്യ കാര്യക്രമം. അപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവനകളായ എല്ലാം കോർത്തിണക്കി ഒരു ഗസൽ സന്ധ്യ കാര്യക്രമ ആയോജൻ ഹോ രഹാ ഹെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യപരിപാടി അവിടെ ഗസൽ സന്ധ്യ എന്ന് പറഞ്ഞൊരു കാര്യപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇസ് കാര്യക്രമ കെ ലിയേ, ഈ കാര്യപരിപാടിക്ക് വേണ്ടി ഏക്ക് പോസ്റ്റർ തയ്യാർ കരും, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് വേണം? ഒരു കോളമൊക്കെ വരച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വലിയതിലും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം, ബോൾഡൻ ചെയ്തൊക്കെ എഴുതാം. പിന്നെ അപ്പോൾ എഴുതാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു മോഡൽ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഓക്കെ, എന്താ കൊടുത്തിരിക്കുന്നത്? കോളമൊക്കെ വരച്ചിട്ട് ഗസൽ സന്ധ്യ എന്ന് നല്ലൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി ബോൾഡനൊക്കെ ആക്കി. എന്താ ഗസൽ സന്ധ്യയല്ലേ നമ്മുടെ പരിപാടി, അപ്പോൾ അതിൻ്റെ പേരങ്ങ് കൊടുത്തു വലുതാക്കി. എന്നിട്ട് ഉറുദു ഷായർ മിർസ ഗാലിബ് കെ ജന്മദിൻ കെ അവസർ പർ. അപ്പോൾ ഇത് എപ്പോഴാണ്? ഉറുദു ഗാലിബ് മിർസ ഗാലിബിൻ്റെ ജന്മദിനത്തിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് താരീഖ് എന്നാണ് അതെന്ന്. താരീഖ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും അല്ലേ? 27 ഡിസംബർ 2025 കൊടുത്തു. പിന്നെ സമയം നമുക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാൻ ഞാനിവിടെ സുബഹ് 10 ബജെ കൊടുത്തു, അതായത് രാവിലെ 10 മണിക്കെന്ന് കൊടുത്തു. ഇനി സ്ഥലം, അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ട്യൂഷൻ സെൻറ്റർ, നമ്മുടെ ബ്രില്യൻസ് അക്കാഡമിയുടെ തൊട്ട് ഓപ്പോസിറ്റ് LMS HSS ചെമ്പൂർ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ പേര് LMS HSS ചെമ്പൂർ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ്? അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുള്ളൂ. അപ്പോൾ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് ഒരു കോളമൊക്കെ ചെയ്ത് ഇത് കഴിഞ്ഞാൽ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് A പാർട്ടും ഉണ്ട് B പാർട്ടും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ഏതെങ്കിലും ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സൂചന ബാരിഷ് കെ ബാദ് കഹാനി കാ യഹ് അംശ് പഠേ അവർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. അപ്പോൾ ബാരിഷ് കെ ബാദ് നമ്മൾ പഠിച്ചായിരുന്നു, മഴയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനി കഥ പഠിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഗുഡ്ഡു ചാന്ദിനി തലേ ഖടാത്ത, ഗുഡലി ചാന്ദിനി കെ തലേ ജാക്കർ ഗോകുൽ ഗായ്ക്ക ഡൂഡിനെ ലക്കി. ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഗോകുൽ ഗായ് എന്ന് പറഞ്ഞൊരു പ്രാണിയെ തിരയാൻ വേണ്ടി പോകുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചു. തഫി ഗുഡ്ഡുവിനെ ചാന്ദിനിക്ക് പേഡ്കോ സോർ സെ ഹിലാ ദിയ. അപ്പോഴത്തേക്ക് അപ്പോഴാണ് തഫി, അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ? ഒരു രസകരമായ സംഭവമാണ്. തഫി അപ്പോൾ ഗുഡ്ഡു ചാന്ദിനിക്ക് പേഡ്കോ, അതായത് ഈ മരത്തെ ചാന്ദിനിക്ക് പേടിനെ സോർ സെ നല്ല ശക്തിയായിട്ട് ഹിലാദിയ ഒന്നങ്ങ് കുലുക്കി. അപ്പോൾ മഴയ്ക്ക് ശേഷമാണ്, നമുക്കറിയാം എങ്ങനെയായിരിക്കും. അപ്പോൾ വെള്ളമായിരിക്കും, കുലുക്കുമ്പോൾ എന്ത് ചെയ്യും? വന്ന് മഴവെള്ളം വീഴും. പേട് കി പത്തിയോം അവർ ഫൂലോം പർ ടഹരാ ഹുവാ സാരാ പാനി ഗുഡലി കെ ഊപ്പർ ഗിർ ഗയ. ഇപ്പം എന്താണ്? പേട് കി പത്തിയോം, അതായത് മരത്തിൻ്റെ ഇലകളിലും, അവർ ഭൂലോം പർ പൂക്കളിലും, ടഹരാഹുവ പറ്റിപ്പിടിച്ചിരുന്ന, സാരാ പാനി മുഴുവൻ വെള്ളവും, ഗുഡലിക്ക് ഊപ്പർ ഗിർഗയ അപ്പോൾ ഗുഡലിയുടെ മുകളിൽ വന്ന് വീണു. വഹ് തർബതർ ഹോഗൈ. അപ്പോൾ അതെന്താണ് ഇങ്ങനെ ഒരു നല്ലൊരു മൊമെൻ്റ് ആണല്ലേ, ഇങ്ങനെ നമ്മൾ ഓടുകയും കളിക്കുകയും എന്നൊക്കെ പറഞ്ഞാവുന്നത്.
ഗുഡ്ഡു ഫാഗ്താ ജാ രഹാ താ ഔർ ഹസ്താ ജാ രഹാ താ. അപ്പോൾ ഗുഡ്ഡു എന്ത് ചെയ്ത് ഇങ്ങനെ മരത്തിൽ പിടിച്ച് കുലുക്കിയിട്ട് അവൻ ഓടിപ്പോയി. പിന്നെന്താണ് ഔർ ഹസ്താ ജാ രഹാ താ, ഓടിപ്പോവുകയും ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുമായിരുന്നു. കളിയാക്കിയൊക്കെ ചിരിക്കില്ല. നമുക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് സംഭവം തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവ് പടേ ഔർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. അപ്പോൾ ഈ പ്രസ്താവന വായിച്ചിട്ട് സഹി വികൽപ്പ് ചുൻകർ ലിഖേ. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ്, ശരിയായത് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാനാണ് താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രസ്താവ് എന്തൊക്കെയാണ് പ്രസ്താവ് തന്നിട്ടുള്ള? സാരാ പാനി ഗുഡലി കെ ഊപ്പർ ഗിർ ഗയ അല്ലേ. സാരാ പാനി മുഴുവൻ വെള്ളവും ഗുഡലി കെ ഊപ്പർ ഗിർ ഗയ, ഗുഡലിയുടെ മുകളിൽ വീണു. അത് ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അടുത്ത് സാരാ പാനി ഗുഡ്ഡു കെ ഊപ്പർ ഗിർ ഗയ. ഗുഡുവിൻ്റെ പുറത്താണോ? അല്ല, ഗുഡു ആണ് മരം പിടിച്ച് കുലുക്കുക. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, പിന്നെ ഗുഡ്ഡു ഹസ്തേ ഹുയേ ഭാഗ അല്ലേ, ഭാഗ അല്ലേ. ഗുഡ്ഡു ചിരിച്ചുകൊണ്ട് ഓടി. അത് ശരിയാണ്. ഗുഡ്ഡു ആണ് അവിടെ ഓടുന്നത് ചിരിച്ചുകൊണ്ട്. ഗുഡലി ഹസ്തേ ഹുയേ ഭാഗി. ഗുഡലിയാണോ ചിരിച്ചുകൊണ്ട് ഓടിയ? അല്ല. അപ്പോൾ ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ആയും ഈയും ആണ്. ഇനി വികല്പ ഓപ്ഷൻ നോക്കുക. അതായത് രണ്ടാമത്തെ ഓപ്ഷനിൽ ആ ഔർ ഈ സഹിഹേ, ആയും ഈയും ശരിയാണ് എന്നുള്ള ഓപ്ഷനിൽ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹസി മസാക് മേ ദിൻ ബീത് ഗയ. അപ്പോൾ എന്താണ് ഹസി മസാക് മേ? ഭയങ്കര ചിരിയും തമാശകളുമായിട്ട് ദിവസം അങ്ങ് കടന്നുപോയി. ഗുഡ്ഡു യാദോമേം ഖോ ഗയ. അപ്പോൾ ഗുഡ്ഡു എന്ത് ചെയ്തു? ആ യാദോമേം ഓർമ്മകളിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അവർ അപ്പനെ അനുഭവിക്കോ, തൻ്റെ ഈ അനുഭവത്തെ ലേക്കർ ഡയറി ലിഖ്തേ ഹോ. അപ്പോൾ ഇന്ന് നടന്ന ഈ അനുഭവത്തെ ഡയറിയിൽ എഴുതി. ഗുഡ്ഡു കി വഹ് ഡയറി ലിഖ്ക. അപ്പോൾ ഗുഡ്ഡു ആണ് ഡയറി എഴുതുന്നത്. അപ്പോൾ ഗുഡുവിൻ്റെ ഈ ഡയറി എഴുതാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഡയറി എഴുതുമ്പോൾ വേണ്ടുന്ന? ഡയറി എഴുതുമ്പോൾ ഡേറ്റ് വേണം, ആ സംഭവങ്ങളൊക്കെ എന്ന് എഴുതണം, ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ എഴുതണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഞാൻ ഈ മോഡൽ ഇപ്പോൾ വായിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ഡയറിയുടെ മാതൃകയുണ്ട്. അതിൽ ഞാൻ എത്രയാ 16/12/2025 നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. പിന്നെ ശുക്രവാറിന് ഒരു ദിവസവും കൊടുത്തു. ഡയറിയിൽ നമുക്ക് എപ്പോഴും ഡേറ്റ് മസ്റ്റാണ്. പിന്നെ ഏത് ദിവസമാണെന്ന് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ്? അപ്പോൾ ഗുഡ്ഡു എഴുതുവാണ് ഡയറി. അപ്പോൾ എങ്ങനെ എഴുതാം? ആജ് ഖുഷി കാ ദിൻ ഥാ. ഇന്ന് ഖുഷി കാ ദിൻ ഥാ, സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഗുഡലി കെ സാത്ത് ദേർ തക് ബാരിഷ് മേ ഖേൽത്താ രഹാ. അപ്പോൾ എന്താണ്? ഗുഡലി കെ സാത്ത്, ഗുഡലിയുടെ കൂടെ, ദേർ തക് കുറേ സമയം, ബാരിഷ് മേ മഴയിൽ, ഖേൽത്താ രഹാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കളിച്ചു. ചീണ്ട, കേച്ചുവ, മേംഠക് ഔർ ലാൽ കാൽ കീടോं को പത്തേ കി നാവ് മേം ബിഠായ. അപ്പോൾ എന്തൊക്കെയാണ്? ചീണ്ട ഉറുമ്പ്, കേച്ചുവ നമ്മുടെ മണ്ണിര, മേംഠക് തവള, ഔർ ലാൽ കാൽ കീടോं को. അപ്പോൾ ലാൽക്കാൽ കീടോ എന്ന് വെച്ചാൽ എന്താണ്? ചുവപ്പിൽ കറുത്ത കുത്തുള്ള ഒരു തരം പ്രാണിയുണ്ട്. ആ കീടോങ്കോ, ആ പ്രാണികളെയും, പത്തേക്ക് നാവുമേയും എന്താണ്? ഇല കൊണ്ടുള്ള ആ വള്ളത്തിൽ, ഇലയുടെ ആ വള്ളത്തിൽ ബിട്ടായ ഇരുത്തി. എന്നിട്ടെന്താ? ഫിർ നാവ് പാനിമേ ബഹാദിയ. അപ്പോൾ എന്താണ്? എന്നിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടു. നാവ് പലട്ട് ഗൈ, വള്ളം എന്ത് ചെയ്തു? മറിഞ്ഞുപോയി. പർ പ്രാണിയാം ബച്ച് ഗൈ. പക്ഷേ എന്താണ്? ഈ പ്രാണികൾ, അതിലുണ്ടായിരുന്ന പ്രാണികൾ അല്ലെങ്കിൽ ജീവികൾ ബച്ച് ഗയെ, രക്ഷപ്പെട്ടു. ഫിർ ഗോകുൽ ഗയ കോ ദേഖ. പിന്നെ എന്ത് ചെയ്തു? ഗോകുൽ ഗയെ നോക്കി. ചാന്ദിനി കെ പേഡ് കോ ഖിലാക്കർ കുടലി പർ പാനി ഗിരാ ദിയ. എന്നിട്ട് എന്താണ് ചെയ്തത്? ചാന്ദിനി കെ പേഡ് കോ ഖിലാക്കർ, ചാന്ദിനി കെ പേഡിനെ, ആ മരത്തിനെ എന്താണ്? കുലുക്കിക്കൊണ്ട്. ഓക്കെ, എന്താണ് ഈ ചാന്ദിനി കെ പേഡ് എന്ന് വെച്ചാൽ ഒരു രാത്രി പൂക്കുന്ന ഒരു പൂവാണ്, മുല്ലപ്പൂ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ചാന്ദിനി കെ പേഡ് കോ ഖിലാക്കർ, അപ്പോൾ ആ മരത്തിനെ കുലുക്കിക്കൊണ്ട്, കുടലി പർ പാനി ഗിരാ ദിയ, കുടലിയുടെ ദേഹത്ത് വെള്ളം, അപ്പോൾ ആ മരത്തിൽ കുലുക്കിയപ്പോൾ കുടലിയുടെ ദേഹത്ത് വെള്ളം വീഴ്ത്തി എന്നാണ്. വഹു മസേദാർത്ത, അത് വളരെ നല്ല രസമായിരുന്നു. ഫിർ ഫാഗ് തേ ഫിസൽ കർ കീച്ചട് മേ ഗിർ ഗയ. പിന്നീട് ഫാഗ് തേ, അപ്പോൾ ഓടിയപ്പോൾ ഫിസൽ കർ, അതായത് വഴുതിയിട്ട്, കീച്ചട് മേ ഗിർ ഗയ, ചെളിയിൽ വീണു. മെയിം ഫി ഹസ, അപ്പോൾ ഞാനും ചിരിച്ചു. ഗുഡലി ഫി ഹസി, അപ്പോൾ ഗുഡലിയും ചിരിച്ചു. വാഹ് കിത്തന മസേദാർ ദിൻ താ.
എന്താണ് എത്ര രസകരമായിരുന്നു ദിവസമായിരുന്നു. എഹ് ദിൻ മേ കഫി നഹി ഭൂലൂങ്ക, ഈ ദിവസം ഞാൻ കഫി നഹി ഒരിക്കലും മറക്കില്ല എന്നാണ് ആ ഡയറി ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്, ഒന്നുകിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ, അഥവാ എന്ന് തന്നിട്ടുണ്ട്. ഇനി അഥവാ ഓർ ക്വസ്റ്റ്യൻ ആണ്. 4ന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. സൂചന, ജന്നത്ത് കെ ബച്ചെ ഫിലിമി ലേഖ കാ യഹ അംശ പഠേ അവർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. നമ്മൾ പഠിച്ചു ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫിലിമി ലേഖാണ്, അത് പഠിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താ തന്നിട്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ? ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്നത് ജൂത്തെ ഗും ഹോ ജാനെ കി ബാത് സുൻകർ ബഹു ഉദാസ് ഹോ ജാത്തി ഹെ. അപ്പം എന്ത് ചെയ്തു, ആ ചെരുപ്പ് കളഞ്ഞു പോയ ആ കഥയില്ലേ, ഓർമ്മയുണ്ടല്ലോ? ചെരുപ്പ് തയ്ക്കാൻ കൊണ്ടുപോയി, അപ്പോൾ ചെരുപ്പ് അവിടെ വെച്ച് മറന്നു പോയതോ, കഥ ഓർമ്മയില്ല? ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞേ. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവൾക്കങ്ങ് ഭയങ്കര ഉദാസി, അവൾക്ക് പാവം തോന്നി, സഹതാപമൊക്കെ തോന്നി. पर यह सोचकर कि घर में तो नए जूतों के लिए पैसा तो है नहीं. അപ്പം എന്താണ്, പക്ഷേ യഹ് സോച്ച്കർ കി, എന്നിട്ട് ഇതും കൂടെ ചിന്തിച്ചു, ഘർമേ തോ നയേ ജൂത്തോ കേലിയെ പൈസ തോ ഹേ നഹി. അപ്പോൾ ഇനി ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ അവരുടെ പൈസ ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ, അപ്പം ഇനി എന്താണ്, പിന്നെ ഓർത്തു അല്ലേ, പക്ഷേ ഇനി പുതിയൊരു ചെരുപ്പ് വാങ്ങിക്കാൻ പൈസയുണ്ടോ? പൈസയില്ല. അവർ ജൂത്തെ ഗുംനെ കി ബാത് ജാൻകർ അലിക്കോ സസാ മിൽ സക്തി ഹെ. അതുമാത്രമല്ല ജൂത്തെ ഗുംനെ കി ബാത് ജാൻകർ, അപ്പോൾ ഈ ചെരുപ്പ് നഷ്ടപ്പെട്ട കാര്യം ബാത് ജാൻകർ അറിഞ്ഞിട്ട് അലിക്ക് സസാ മിൽ സക്തി ഹെ. അപ്പോൾ എന്താണ് സസാ മിൽ സക്തി, അപ്പോൾ എന്തായാലും ശിക്ഷ ലഭിക്കും എന്നൊക്കെ ഓർത്തിട്ട് ആർക്ക്, സാറയ്ക്ക് വിഷമാവുന്നു. അപ്പോൾ ഈ കഥ നമ്മൾ പഠിച്ചതാണ്. വഹ അപ്പനെ അമ്മി അബ്ബൂക്കോ കുച്ച് നഹി ബതാതെ, അതുകൊണ്ട് ആ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ട് എന്താ വഹ്, അവള് അപ്പനെ അമ്മി അബ്ബൂക്കോ, അമ്മയോടും അച്ഛനോടും കുച്ച് നഹി ബതാത്തി, ഒന്നും തന്നെ പറഞ്ഞില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രസ്താവ് പഠേം അവർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. അപ്പോൾ ഈ പ്രസ്താവനകൾ വായിച്ചിട്ട്, കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുത്തെഴുതാനാണ് പറയുന്നത് താഴത്തെ ഓപ്ഷനിൽ നിന്ന്. അപ്പോൾ എന്താണ് പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താണ്, ജൂത്തെ ഗും തോ ജാനെ കി ബാത് സുൻകർ സാറ ഉദാസ് ഹോ ജാത്തി ഹെ. അപ്പോൾ ജൂത്തെ ഗും തോ ജാനെ കി, അത് തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് കിടക്കുവാണ്. ജൂത്തെ ഗും ഹോ ജാനെ കി ബാത് സുൻകർ സാറ ഉദാസ് ഹോ ജാത്തി ഹെ, അത് ഫസ്റ്റ് സെൻറ്റൻസ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് ശരിയാണ്, നമ്മൾ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ അത് ഉണ്ട്. ഇനി അടുത്ത ഏതാണ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഘർ മേ നയേ ജൂത്തെ കെ ലിയെ പൈസേ ഹെ. അപ്പോൾ വീട്ടിൽ പുതിയ ചെരുപ്പ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത ദാംശ് വായിച്ചാൽ മനസ്സിലാക്കും. ജൂത്തോ കേലിയെ പൈസ തോ ഹേ നഹി, അപ്പോൾ പൈസ ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഉടനെ ഓപ്ഷനിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതൊക്കെ നോക്കുക അല്ലേ. എവിടെ നോക്ക്, ഒന്നാമത്തെ ഓപ്ഷനിൽ ആയും ഉണ്ട്. അപ്പോൾ അത് ക്യാൻസലായി പോകും, അപ്പോൾ അതില്ല. പിന്നെ നോക്ക്, മൂന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനിലും ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ, അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ശരി ഉത്തരം ഏത് കിട്ടും? സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, ഔർ ഇ. അപ്പോൾ നമുക്ക് ഈയുടെ വായിച്ചില്ലെങ്കിൽ മനസ്സിലാവും, ബാക്കിയെല്ലാം ക്യാൻസലായി പോയി, ആയും ഇ ആണ്. ഇനി നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ജൂത്തെ ഗുംനെ കി ബാത് ജാൻകർ അലിക്കോ സസാ മിൽ സക്തി ഹെ അല്ലേ. ജൂത്തെ ഗുംനെ കി ബാത് ജാൻകർ, അപ്പോൾ ചെരുപ്പ് നഷ്ടപ്പെട്ടവരെ അറിഞ്ഞിട്ട് അലിക്ക് എന്താ സസാ മിൽ സക്തി, അപ്പോൾ എന്താണ് ഉറപ്പായിട്ടും എന്താണ് പണിഷ്മെൻറ്റ് കിട്ടും എന്ന് അവർക്കറിയായിരുന്നു. അപ്പോൾ അതിവിടെ ആ ഒരു സെൻറ്റൻസ് ഇവിടെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സാറ അപ്പനെ അമ്മി അബൂക്കോ സബ് കുച്ച് ബത്താത്തി, അമ്മയോടും അച്ഛനോട് എല്ലാം പറഞ്ഞു എന്നാണോ? ഇല്ല, അപ്പനെ അമ്മി അബൂക്കോ കുച്ച് നഹി ബത്താത്തി, ഒന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ ശരിക്കുള്ള ഉത്തരം ഓപ്ഷൻ സെക്കൻഡ് ഔർ ഇ സഹി ഹെ, അതാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി നമുക്കതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂത്തെ ഗുംനെ കി ബാത് സോച്ച്കർ അലി ബഹുത് ഉദാസ് ഹോ ജാത്താ ഹെ. അപ്പോൾ എന്താ, ജൂത്തെ ഗുംനെ കി ബാത് സോച്ച്കർ, അപ്പോൾ ജൂത്തെ ചെരുപ്പ്, ഗുംനെ കി ബാത്ത് അതായത് കാണാതെ പോയ ആ കാര്യം, സോച്ച്കർ ചിന്തിച്ചിട്ട്, അലി ബഹുത് ഉദാസ് ഹോ ജാത്താ ഹെ, അലി വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പനെ അനുഭവക്കോ വഹ് ഡയറി മേ ലിഖ്താ ഹെ, അപ്പോൾ തൻ്റെ ആ അനുഭവത്തെ അവൻ
ഡയറിയിൽ എഴുതുകയാണ്. അലിക്ക് വഹ് ഡയറി ലിഖെ, അലിയുടെ ആ ഡയറി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെയും ഞാൻ പറഞ്ഞു, ഡയറി എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വേണ്ടതാണ് ഡേറ്റും ആ ദിവസവും ഒക്കെ എഴുതുന്നത്. അപ്പൊ ഒരു ഫോർമാറ്റ് ഇവിടെ നോക്കാം. ഡേറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞ് ഏത് ദിവസമാണെന്ന് കൊടുക്കുക, ശുക്രവാറോ ശനിവാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം കൊടുക്കാം. എന്നിട്ട് എന്താ പറയാ, ആജ് മേ ബഹുത്ത് ദുഃഖി ഹൂം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ഫീലിങ്സ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നത്. അപ്പോൾ എപ്പോഴും മെയിം, ഞാൻ എന്ന്, മുഛേ, എനിക്ക്, അങ്ങനെയൊക്കെയാണ് ചേർത്ത് എഴുതുന്നത്. ആജ് മേ ബഹുത്ത് ദുഃഖി ഹൂം, ഞാൻ ഇന്ന് വളരെ ദുഃഖത്തിലാണ്. മേരെ ഹാത്ത് സേ സാറാക്ക് ജൂത്തെ കഹീം പർ ഖോ ഗയ. മേരെ ഹാത്ത് സേ, എൻ്റെ കയ്യിൽ നിന്ന്, സാറാക്ക് ജൂത്തെ, സാറയുടെ ചെരുപ്പ്, കഹീം പർ ഖോ ഗയ, എങ്ങോട്ടോ കാണാണ്ട് പോയി. മേ ക്യാ കരൂ, ഞാൻ എന്തു ചെയ്യും? യഹ് ജാൻകർ സാറക്കോ ബഹുത്ത് ദുഃഖ ആയേഗ. യഹ് ജാൻകർ, ഇതറിഞ്ഞിട്ട് സാറയ്ക്ക് എന്താണ്, കോ ബഹുത്ത് ദുഃഖ ആയേഗ, അവൾക്ക് വളരെ വിഷമം വരും. അമ്മി അബ്ബു മുझे ടാട്ടേഗ, അപ്പോൾ അമ്മയും പപ്പയും എന്നെ വഴക്കു പറയും. കോയി ബാത് നഹി, ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. മേ ജറൂർ ഇസ്കെ ബാരെ മേ സാറാ സെ കഹൂം. മേ ജറൂർ, ഞാൻ വേഗം തന്നെ, ഇസ്കെ ബാരെ മേ, ഇതിനെക്കുറിച്ച് സാറയോട് പറയും. സാറ കോയി തർക്കീബ് ബദലായേഗി, അപ്പോൾ സാറ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ൻ്റെ എന്താണ്, ഓർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 5A, അതിൻ്റെ A പാർട്ടും ഉണ്ട് B പാർട്ടും ഉണ്ട്. എയും ബിയും എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സൂചന, ബയാ ഹമാരി ചിടിയ റാണി കവിത കി ഏ പങ്ക്തിയാ പഠേ അവർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. അപ്പോൾ എന്താണ്, ബയാ ഹമാരി ചിടിയ റാണി, ബയാ ഹമാരി ചിടിയ റാണി എന്ന് പറഞ്ഞ ആ കവിതയുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. അതിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താ പറയുന്നത്, ബയാ ഹമാരി ചിടിയ റാണി. അപ്പോൾ ബയാണ് നമ്മുടെ എന്താ, ചിടിയ റാണിയാണ്. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. അപ്പോൾ എന്താണ്, തിൻകെ ലാക്കർ, കുഞ്ഞു കുഞ്ഞു കൊമ്പുകളും മരച്ചില്ലകളും അതും ഒക്കെ കൊണ്ട് മഹൽ ബനാത്തി. മഹൽ എന്ന് വെച്ചാൽ ഇവിടെ കൊട്ടാരമാണ്, ഇവിടെ കൂടുണ്ടാക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഊഞ്ചി ഡാലോം പർ ലട്കാത്തി, എന്നിട്ട് എന്താണ്, ഊഞ്ചി ഡാലോം പർ ലട്കാത്തി, എന്നിട്ട് ആ കൂടിനെ ഉയരമുള്ള കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിടുന്നു. ഖേത്തോം സേ ഫിർ ദാനാലാത്തി, ഖേത്തോം സേ, പിന്നെ വയലിൽ നിന്നും പിന്നീട് ദാനാലാത്തി, ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. നദിയോ സേ ഫർ ലാത്തി പാനി, നദിയോ സേ, നദികളിൽ നിന്നും, ഫർ ലാത്തി ഹേ, നിറച്ചു കൊണ്ടുവരുന്നു, എന്ത്, പാനി, വെള്ളം. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി 1ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷി കേലിയെ കവിതാംശമേയും പ്രയുക്ത ശബ്ദ് കോൺസാ ഹേ. പക്ഷി, പക്ഷി കേലിയെ, പക്ഷി എന്നുള്ളതിന് വേണ്ടിയിട്ട് കവിതയിൽ കൊടുത്തിരിക്കുന്ന സമാന അർത്ഥം വരുന്ന വാക്ക് ഏതെന്നാണ് പറയുന്നത്. പക്ഷിക്ക് എവിടെയാണെന്ന് നോക്കിക്കേ, ബയാ ഹമാരി ചിടിയ റാണി. അപ്പോൾ അവിടെ എന്താണ്, ചിടിയ. ഓക്കെ, പക്ഷിക്ക് പറയുന്ന വേറൊരു പേരാണ് ചിടിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കവിതാംശ കെ ആധാർ പർ ബച്ച ഔർ ബയാ കെ ബീച്ച് കി ബാത് ചീത് തയ്യാർ കരെ. ബാത് ചീത് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ്. കവിതാംശ കെ ആധാർ പർ, അപ്പോൾ ഈ കവിതാംശം ആധാരമാക്കിയിട്ട് ബച്ച ഔർ ബയ, അപ്പോൾ കുട്ടിയും ആ ബയയും തമ്മിലുള്ള കെ ബീച്ച് കി ബാത് ചീത് തയ്യാർ കരയും. അപ്പോൾ അതെന്താണ്, കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറയുന്നത്. കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ ബച്ച, കുട്ടി ചോദിക്കുവാണ്, ചിടിയ റാണി തൂ ക്യാ ലാക്കർ ഹോസ്ല ബനാത്തി ഹേ. അപ്പോൾ ചിടിയ റാണി തൂ, നീ, ക്യാ ലാക്കർ, എന്തുകൊണ്ടാണ് ഈ ഹോംസ്ല എന്ന് വെച്ചാൽ കൂട് പണിയുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും, ബയ പറയും തിൻകെ ലാക്കർന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചോദിക്കാം, അടുത്ത 3ാമത്തെ ആ കവിതയിൽ നോക്ക്, തിൻകെ ലാക്കർ മഹൽ ബനാത്തി, അതുവരെ കഴിഞ്ഞു. ബാക്കി നമുക്ക് എന്തെഴുതാം, അപ്പോൾ അടുത്തെന്താ, ഊഞ്ചി ഡാലോം പർ ലട്കാത്തി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, അതായത് ഉയരമുള്ള കൊമ്പുകൾ കൊണ്ട് തൂക്കിയിടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം, ചിടിയ റാണി തൂ കഹാം പർ ഹോസ്ല ലട്കാത്തി ഹേ. അപ്പോൾ എന്താ പറയുക, ചിടിയ റാണി തൂ, നീ, കഹാം, എവിടെയാണിത് ഈ കൂട് കൊണ്ട് എന്താണ് തൂക്കിയിടാൻ പോകുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് പറയും, ബയ പറയും ഊഞ്ചി ഡാലോം പർ, എന്ന് വെച്ചാൽ ഉയരത്തിലുള്ള കൊമ്പിൽ തൂക്കിയിടും എന്നാണ് പറയുന്നത്. ഇനി ബച്ച വീണ്ടും ചോദിക്കും, എന്താണ്, ചിടിയ റാണി തൂ കഹാ സേ ദാന ലാത്തി ഹേ, അടുത്ത വരിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ ചിടിയ റാണി, നീ എവിടുന്നാണ് ഈ ധാന്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയും, ബയ എന്ത് പറയാം, ഖേത്തോ സേ, വയലിൽ നിന്നും എന്ന് പറയാം. ഓക്കെ, ഇത് ഇപ്പോൾ ഇത്ര സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ അത്ര എഴുതിയുള്ളൂ. വേണമെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം അല്ലേ. നദിയോ സേ ഫർ ലാത്തി പാനി എന്ന് പറയാം. അപ്പോൾ ചിടിയ റാണി, നീ എവിടുന്നാണ് എന്താണ് വെള്ളം നിറച്ച് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നദിയോ സേന്ന് നമുക്ക് ഉത്തരം പറയാം. അപ്പോൾ ഇവിടെ അത്രയും
ബ്ലാങ്ക് തന്നിട്ടുള്ളത് അതുവരെ ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അഥവാ അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നവർക്ക് അതെഴുതാം. അല്ലെങ്കിൽ ഏതാ എഴുതണ്ടേ? എന്താ ബി, 5ന്റെ ബി, സൂചന. बारिश के बाद कहानी का यह अंश पढ़े और പ്രശ്നോ കെ ഉത്തർ ലിഖേ. അപ്പോൾ ബാരിഷ് കെ ബാദ്, അത് അറിയാലോ, മഴയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ ആ കവിത, കഹാനി, കഥ. ആ കഥയിലെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. ഏത് ഭാഗമാണ് തന്നിരിക്കുന്നത് നോക്ക്. ഗുഡലി അഭി കീടേക്കോ ജാത്തേ ഹുയേ ദേഖ് ഹി രഹി തി. അപ്പോൾ എന്താ ഗുഡലി അഭി, അപ്പോൾ ഗുഡലി ഇപ്പോഴും എന്താണ് കീടേക്കോ ജാത്തേ ഹുയേ, അതായത് ആ കീടം ഇങ്ങനെ പോകുന്നത് ദേഖ് ഹി രഹി തി, അപ്പം നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കി ഗുഡുവിനെ ആവാസ്തി, അപ്പോഴത്തേക്കും ഗുഡു എന്താ ഇങ്ങനെ ശബ്ദം ഉയർത്തി ഇങ്ങനെ എന്തോ പറയുവാണ്. ദേഖ് ഗുഡലി ഗോകുൽ ഗയ, അപ്പം എന്താണ്, ആ നോക്ക് ഗുഡലി ഗോകുൽ ഗയ കണ്ടോ എന്ന് പറയാണ്. കിത്നി സുന്ദർ മഖ്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹേ ഗോകുൽ ഗായ്. അപ്പം പറയാണ്, എന്താ പറയണ, കിത്നി സുന്ദർ, എത്ര സുന്ദരമാണ്, മഖ്മലി എന്ന് വെച്ചാൽ എന്താണ്, നല്ല തിളങ്ങുന്നതാണ്, ലാൽ രംഗ് കി കീടി എന്ന് വെച്ചാൽ എന്താണ്, ചുവന്ന നിറത്തിലുള്ള ഈ പ്രാണി, ഹോത്തി ഹേ, അപ്പോൾ എത്ര സുന്ദരമുള്ള, എന്താ തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള പ്രാണിയാണ് നമ്മുടെ ഗോകുൽ ഗായ് എന്ന് പറയുവാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ, ബാരിഷ് കി അലാവ അവർ കിസി മൗസമി ദിക്തി ഹി നഹി ഹെ. അപ്പോൾ ബാരിഷ് കി അലാവ, അപ്പോൾ മഴയില്ലാതെ, അവർ കിസി മൗസം, മഴയില്ലാത്ത വേറെ ഒരു കാലാവസ്ഥയിലും ദിക്തി ഹി നഹി, ഇത് കാണാൻ പറ്റുന്നില്ല. ഗുഡലി അവർ ഗുഡു ഗോകുൽ ഗായോं को एक मैचिस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाते थे. അപ്പോൾ ഗുഡലി അവർ ഗുഡു, ഗുഡലിയും ഗുഡുവും ഗോകുൽ ഗായോं को, അപ്പോൾ ഗോകുൽ ഗായും കുറേ ഗോകുൽ ഗായനെ പിടിച്ചിട്ട് അതിനെ ഏക് മാച്ചിസ് കി ഡബ്ബി മേം എന്ന് വെച്ചാൽ എന്താണ്, ഒരു തീപ്പെട്ടി ബോക്സ്, മാച്ച് ബോക്സിൻ്റെ ആ പെട്ടിക്കകത്ത് ഇക്കട്ടാക്കർക്ക് പിടിച്ചിട്ടിട്ട് സ്കൂളിൽ ദോസ്തോങ്കോ ദിഖാത്തേ, അപ്പോൾ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുള്ള പാഠാംശം. ഓക്കെ, ഇനി അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ഖണ്ഡ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അപ്പോൾ ആ ഖണ്ഡികയെ ആധാരമാക്കി സഹി പ്രസ്താവ്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചോദിക്കുന്നത്, നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ എന്താണ്, ഗോകുൽ ഗയ ഗർമി കി മൗസം മേ ദിഖ്തി ഹേ. അപ്പം എന്താ പറയുന്നത്, ഗോകുൽ ഗയ ഗർമി എന്ന് വെച്ചാൽ എന്താണ്, ചൂട് സമയത്ത്, ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ശരിയാണോ തെറ്റ്? നമ്മൾ എന്താ പറഞ്ഞത്, മഴക്കാലത്തല്ലാതെ വേറൊരു കാലാവസ്ഥയിലും കാണപ്പെടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി രണ്ടാമത്തെ ഗോകുൽ ഗയ ബാരിഷ് കെ മൗസം മേ ദിഖ്തി ഹേ. അപ്പോൾ ഗോകുൽ ഗയ മഴക്കാലത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ശരിയല്ലേ, അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ഈയും കൂടെ നോക്കാം. ഗോകുൽ ഗയ സർദിക്ക്, തണുപ്പ് സമയത്താണ്, ആണോ? അല്ല. പിന്നെ ഗോകുൽ ഗയ ഹർ മൗസം, എല്ലാ കാലാവസ്ഥയിലും കാണപ്പെടുന്നതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഗോകുൽ ഗയ ബാരിഷ് കെ മൗസം മേ ദിഖ്തി ഹേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഗുഡു और ഗുഡലി ഗോകുൽ ഗയ കെ ബാരെ മേ ബാത്തേം കർത്തേ ഹേ. അപ്പോൾ ഗുഡുവും ഗുഡലിയും ഗോകുൽ ഗയയ്ക്ക് ബാര്യമേ, ഗോകുൽ ഗയയെ കുറിച്ച് ബാത്തേം കർത്തേ ഹേ, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൻകെ ബീച്ച് കി ബാത് ചീത് ലിഖേ. അപ്പോൾ എന്താണ്, ഉൻകെ ബീച്ച് കി, അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്ത് പറഞ്ഞിരിക്കാം, ഗുഡു പറയാ, ദേഖ് ഗുഡലി ഗോകുൽ ഗയ. അപ്പോൾ എന്താ പറഞ്ഞ, നോക്കൂ ഗുഡലി ഗോകുൽ ഗയ. അപ്പോൾ ഗുഡലി എന്ത് പറഞ്ഞിരിക്കാം, കഹാ, എവിടെ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഭാവനയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ എഴുതാം. ഓക്കെ, ബാക്കി ഗുഡു, ഇധർ ദേഖോ കിത്നി സുന്ദർ മഖ്മലി ലാൽ രംഗ് കി കീടാ ഹോത്തി ഹേ ഗോകുൽ ഗായ്. അപ്പോൾ ഇധർ ദേഖോ, ഇവിടെ നോക്ക്, കിത്നി സുന്ദർ, എത്ര സുന്ദരമാണ്, മഖ്മലി, നല്ല തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള, ലാൽ രംഗിക്ക്, ചുവന്ന നിറത്തിലുള്ള, കീടാ ഹോത്തി ഹേ, നല്ല ചുവന്ന നിറത്തിലുള്ള സുന്ദരമായ തിളങ്ങുന്ന പ്രാണിയാണ്, ഒരു ജീവിയാണ് ഗോകുൽ ഗായ് എന്ന് ഗുഡു പറയാണ്. അപ്പോൾ ഗുഡലി, ഹാ കിത്തന സുന്ദർ ഹേ. ഓക്കെ, അതെ എത്ര സുന്ദരമാണിത്. ഗുഡു, മുझे മാച്ചിസ് കി ഡിബ്ബി ദോ. എനിക്ക് ആ മാച്ചിസ് കി ഡിബ്ബി ദോ, എന്താണ്, തീപ്പെട്ടിയുടെ തീപ്പെട്ടി ഒന്ന് തരൂ എന്ന് പറയാണ്. ഗോകുൽ ഗായോं को इसमें इकट्ठा करके स्कूल को दोस्तों को दिखाऊंगा. അപ്പോൾ പറയാണ്, ഗോകുൽ ഗായിനെ, ആ പ്രാണികളെ ഇസ്മേൽ ഇക്കട്ടാ കർക്കെ, അപ്പോൾ ഈ തീപ്പെട്ടി
തീപ്പെട്ടിക്കകത്ത് ഈ തീപ്പെട്ടിയുടെ ഈ ബോക്സിനകത്ത് പിടിച്ചെടുത്തിട്ട് സ്കൂൾ കെ ദോസ്തോങ്കോ സ്കൂളിലെ കൂട്ടുകാർക്ക് ദിഖാവുങ്ക കാണിക്കാം എന്ന് പറയാം. അപ്പം ഗുഡലി ടീക്ക് ശരിയാണ് എന്ന് പറഞ്ഞങ്ങ് നിർത്തി. ഇതെൻ്റെ ഭാവനയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതാം. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇനി ഈ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൂചന ചിത്ര ദേഖോ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താ ചിത്രത്തിൽ തന്നിരിക്കുന്നത്? ഒരു വൃത്തിയാക്കുന്ന അല്ലേ, കുറച്ച് കുട്ടികൾ സ്കൂൾ പ്ലേ ഗ്രൗണ്ട് വൃത്തിയാക്കുന്ന പോലത്തെ ഒരു ചിത്രം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചിത്രകേലിയെ ശീർഷകതയും. അപ്പോൾ എന്താണ്? ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു തലക്കെട്ട് കൊടുക്കാനാണ് പറയുന്നത്. എന്തെഴുതാം? വൃത്തിയാക്കുന്നേ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്വച്ഛതാ അഭിയാൻ. ഞാൻ സ്വച്ഛതാ അഭിയാൻ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ സ്വച്ഛതാ അഭിയാൻ എന്ന് വെച്ചാൽ എന്താ? ശുചിത്വ പ്രചാരണം അല്ലെങ്കിൽ ശുചീകരണ യജ്ഞം എന്നൊക്കെ പറയുന്ന തരത്തിലാണ് സ്വച്ഛതാ അഭിയാൻ എന്ന് ഞാൻ മീനിങ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രകാ വിവരൺ തയ്യാർ കരയും. അപ്പോൾ ചിത്രത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. കം സേ കം 4 വാക്യ ഹോ. അപ്പോൾ എന്താണ്? കുറഞ്ഞതൊരു 4 വാക്യമെങ്കിലും വേണം അതിനെക്കുറിച്ച് വിവരിച്ചെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? കുച്ച് ബച്ചെ കൂടാ ഡസ്റ്റ്ബിൻ മേൻ ഡാൽക്കർ സഫായി കർ രഹേ ഹേ. കുച്ച് ബച്ചെ കുറച്ച് കുട്ടികൾ കൂട, അതായത് കൂട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പ് ചവറുകൾ, ഡസ്റ്റ്ബിൻ മെയിൻ നമ്മുടെ അവിടെ ഒരു യൂസ് മീ എന്ന് പറഞ്ഞൊരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഡാൽക്കർ ആ ചപ്പ് ചവറുകളൊക്കെ ഇട്ടിട്ട് സഫായി കർ രഹേ ഹേ വൃത്തിയാക്കുന്നു. 2 എന്തെഴുതാം? ഏക് ബച്ച ചാടു സേ ജമീൻ സാഫ് കർ രഹാ ഹേ അല്ലേ. അപ്പോൾ ഏക് ബച്ച ഒരു കുട്ടി അവിടെ ചാടു എന്ന് വെച്ചാൽ ചൂലുകൊണ്ട് ജമീൻ നമ്മുടെ നിലം അല്ലെങ്കിൽ തറയിൽ സാഫ് കർ രഹാ ഹേ വൃത്തിയാക്കുന്നു. അപ്പോൾ ഒരു കുട്ടി ചൂലുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്തെന്താ? ഏക് ബച്ച പൗദേ ലഗാ രഹാ ഹേ. അപ്പോൾ ഏക് ബച്ച അവിടെ മാറി ഒരു കുട്ടി ഇരുന്ന് കണ്ട് കുഞ്ഞു ചെടി തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. അപ്പോൾ ഏക് ബച്ച ഒരു കുട്ടി പൗദേ ലഗാ രഹാ ഹേ എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞു തൈകൾ മണ്ണിൽ വച്ച് പിടിപ്പിക്കുവാണ്. ഓക്കെ, 4 വേറെന്ത് പറയാം? ഏക് ബച്ച പൗദോമേം പാനി ദേ രഹാ ഹേ. ഏക് ബച്ച ഒരു കുട്ടി പൗദോമേ ഈ കുഞ്ഞു തൈകളിൽ അല്ലെങ്കിൽ ചെടികളിൽ പാനി ദേ രഹാ ഹേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്ക് വേറെയൊക്കെ സെൻറ്റൻസ് എഴുതാം. കുറഞ്ഞത് 4 എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 4 സെൻറ്റൻസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.